അമ്പോ നാം ഇതെന്തുവാ ഈ കാണുന്നേ? ഇങ്ങനെയൊക്കെ ഒരുമിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ട് വ്യക്തികളാണ് ഇൻസ്റ്റയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പോകുന്നതെന്ന് പറയുന്നത്. എന്താടേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ശരിക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ പ്രശ്നമുള്ളവർ തമ്മിൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് ഇത്രത്തോളമൊക്കെ ആ ഒരു സന്തോഷകരമായിട്ടൊക്കെയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഓട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അനീഷും അനുമോളും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. ഇനി ഇവർ തമ്മിൽ ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് എന്ത് അടിപൊളിയായിട്ടാണ്. അനുമോൾ അനീഷിന് അവാർഡ് കൊടുക്കുന്നു, അനീഷും അനുമോളും ഒത്ത് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരുമിച്ച് പോയവരാണ് ഈ അവാർഡ് വാങ്ങിച്ചു വന്നതിന് ശേഷം ഒരു പോസ്റ്റിന്റെ പേരിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കടിപിടി കൂടുന്നതെന്ന് പറയുന്നത്. ഇവർ മാത്രമല്ല, ഇവരെ അനുകൂലിക്കുന്ന ചിലരും കൂടി അതിൻ്റെ ഇടയിൽ കൂടി കുത്തിത്തിരിപ്പും അതോടൊപ്പം തന്നെ കടിപിടി കൂടുന്നുണ്ട്. അത് വേറൊരു തരത്തിലുള്ള സൈക്കോ ടൈപ്പ് ഐറ്റംസ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സംഭവം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. കാരണം വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ തമ്മിൽ നടന്ന ഈ ഒരു എന്താ പറയുക ഇൻസ്റ്റാ വഴക്കെന്ന് പറയുന്നത്. കാരണം ഒരാവശ്യമില്ലാത്ത വെറുതെ ഒരു പോസ്റ്റിന്റെ പേരിൽ അതിൽ ഇന്ന രീതിയിൽ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ചില വിഷയങ്ങൾ അത് പിന്നെ ഊതിപ്പെരിപ്പിച്ച് എന്തോ വലിയ ആന സംഭവമാക്കി മാറ്റി രണ്ടുപേരും കൂടെ ഏറ്റെടുക്കുന്ന തരത്തിൽ അനുമോളും അനീഷും കൂടെ ഏറ്റെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. എന്നിട്ട് അവസാനം ഇപ്പൊ മൈക്ക് സ്റ്റോൺ പുറത്തുവിട്ട ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അയ്യടാ, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയവരാണ് ഇപ്പോൾ ഈ ഇൻസ്റ്റയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഓരോന്ന് കാണിച്ച് കൂട്ടുന്നത്. കൊള്ളാം, നല്ല ചേലായിരിക്കുന്നു. ഡേയ് ശരിക്കും പറഞ്ഞാൽ BB7 ഒക്കെ കഴിഞ്ഞു. BB7ന്റെ ആ ഒരു ഓളമൊക്കെ കഴിഞ്ഞു, എല്ലാം കെട്ടടങ്ങി. എന്നിട്ടും ചുമ്മാ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചില സംഭവ വികാസങ്ങളെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും തന്നെ വലിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനുമോളും അനീഷും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അനീഷിന് ആ ഒരു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക. അതല്ലാന്നാണെങ്കിൽ അനീഷിന്റെ വഴിക്ക് പോകുക, അനുമോളുടെ വഴിക്ക് പോകുക. രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കിടന്ന് എന്താ പറയുക വായിട്ടടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇൻസ്റ്റയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നാണം കെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടോ ഒന്നും തന്നെ ഒരു കാര്യമില്ല. BB ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു ആരവങ്ങളൊക്കെ തന്നെ അവസാനിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്കും അനീഷും അനുമോളുടെയും കാര്യം മറക്കും. അത് കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ പൊക്കി പിടിക്കും. മലയാളികൾ അങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും അത് തന്നെയാണ് ആ ഒരു തെളിവെന്ന് പറയുന്നത്. അത് തന്നെയാണ്, ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും രായക്കന്മാർ മാറിക്കൊണ്ടിരിക്കും, താരങ്ങൾ മാറിക്കൊണ്ടിരിക്കും, അങ്ങനെ ഓരോരുത്തർ മാറിക്കൊണ്ടിരിക്കും. അത് ഈ ബിഗ് ബോസിന്റെ ഒരു രീതി അങ്ങനെയാണ്. അത് ഇനിയിപ്പോൾ ഈ പറയുന്ന രീതി നെക്സ്റ്റ് സീസൺ വരുന്നത് വരേക്കും ഉള്ള ആ ഒരു ചെറിയ ഗ്യാപ്പിൽ ഉള്ള ആ ഒരു പിടിവലി മാത്രമേ ഉള്ളൂ. എന്താ പറയുക, കഴിഞ്ഞ സീസണിന്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും തീർന്നു, ആ ഒരു കാലാവധി കഴിയും. അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ സീസൺ 7 എല്ലാം അവസാനിച്ച് കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയ ഒരു സീസൺ. ഈ സത്യം പറഞ്ഞാൽ സീസൺ 7 ഒരു പരാജയ സീസൺ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തോ വലിയ സംഭവവികാസങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് 8ന്റെ പണി 7ന്റെ പണി 16ന്റെ പണി എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ തന്നെ വിളിച്ചു കൂടിയ ഒരു സീസൺ ആയിരുന്നു സീസൺ 7. എന്നിട്ട് ജനങ്ങൾക്ക് നാട്ടുകാർക്ക് 18ന്റെ പണി കൊടുക്കുന്ന തരത്തിലോട്ടുള്ള ഒരു സീസണായി പോയി സീസൺ 7 എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രോഗ്രാം നടത്തുന്നവരുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം അവർക്ക് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയായിരുന്നു സീസൺ 7 എന്ന് പറയുന്നത്. എന്തായാലും അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന രീതിയിൽ അനുമോൾ സീസൺ 7ന്റെ വിന്നറായി, കപ്പും അടിച്ച് അനുമോൾ പുറത്തേക്ക് വന്നു. സെക്കൻഡ് പ്ലേസ് കിട്ടി അനീഷിന്റെ കാര്യം നോക്കി പോയി. വേറെ തരത്തിലുള്ള പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഓരോ കണ്ടസ്റ്റൻസും അവരോടെ വഴിക്കുന്നു പോയി. എന്നിട്ടും ഇപ്പോൾ ഈ അവസാന നിമിഷം ആയപ്പോഴത്തേക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫൈറ്റ് ആ ഒരു തരത്തിലൊക്കെ, അതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും കൊള്ളാടെ, നൈസായിട്ടുള്ള സാധനം. കാരണം അനുമോളും അനീഷും എന്ത് അടിപൊളിയായിട്ടാണല്ലേ, ഒരു രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ അതോടൊപ്പം തന്നെ ചില ഓൺലൈൻ മീഡിയാസ് ഈ മൈക്കും പിടിച്ചുകൊണ്ട് അനുമോളുടെ പുറകെ നടന്ന് അനീഷിൻ്റെ പുറകെ നടന്നുകൊണ്ട് വെറുതെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വീണ്ടും ഓരോ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന തരത്തിലോട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതി ഓൺലൈൻ മീഡിയാസ് തന്നെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ തന്നെ ഈ മൈൽ സ്റ്റോണിന്റെ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു സന്ദർഭം അവർ ഉണ്ടാക്കിയത് തന്നെ അത് വേറൊരു തരത്തിലോട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അവർ അങ്ങനെ ഒരു കോണ്ടന്റ് ഈ പറയുന്ന രീതിയിൽ അനുമോളെയും അനീഷിനെയും വെച്ച് ഉണ്ടാക്കിയതെന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒരുതരം കോണ്ടന്റ് ആണല്ലോ, എല്ലാം ഒരുതരം വിഷയങ്ങളാണല്ലോ, ഒരുതരം ചർച്ചാ വിഷയമാക്കിയാലല്ലേ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. എന്തായാലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അനുമോളും അനീഷും തമ്മിൽ ഇപ്പോൾ ഒന്ന് ആറി തണുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ല, ഇതൊക്കെ തന്നെ എന്തോ പറയാം, ഒരുമാതിരി സ്കൂൾ പിള്ളേരെ കണക്കുള്ള അടിപിടി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് എനിക്കിത് കണ്ടിട്ട് തോന്നിയതെന്ന് പറയുന്നത്. അല്ല പ്രത്യേകിച്ച് ഇതിലൊന്നും തന്നെ ഒരു വിഷയവും കാണുന്നില്ല, അതിന് തക്കവണ്ണമുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല ഇതിൽ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഊതിപ്പിരിപ്പിക്കണമെങ്കിൽ പല രീതിയിൽ ഊതിപ്പിരിപ്പിക്കാൻ പറ്റും. അതിന് ഈ പറയുന്ന രീതിയിൽ അനീഷും അനുമോളും കൂടെ കൂട്ടുനിന്ന് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ആളെ കത്തിക്കാനും പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ രണ്ടുപേരും അതിന് മുതിരാതെ മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോവുക. അതല്ല അവർക്ക് രണ്ടുപേർക്കും ഇനി ഒരു തരത്തിലുമുള്ള അടുപ്പം വേണ്ട എന്നുള്ള രീതിയാണെങ്കിൽ അനുമോളുടെ കാര്യം നോക്കി പോവുക, അനീഷിൻ്റെ കാര്യം നോക്കി പോവുക. അടുത്ത സീസൺ വരുമ്പോഴത്തേക്കും ജനങ്ങൾ അതിൽ വരുന്ന കണ്ടസ്റ്റൻസിൻ്റെ പിറകെ അവരും പോകും. അത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്.